ഡ്രോൺ ആക്രമണം. ഇന്ത്യൻ കപ്പൽ കടലിൽ മുങ്ങി. ഹോർമുസ് കടലിടുക്കിൽ ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. ഹാജി അലി എന്ന് പേരിട്ടിരിക്കുന്ന കപ്പലിൽ ഒമാൻ തീരത്തൊരു ഡ്രോൺ ഇടിച്ചു. ഡ്രോൺ ആക്രമണം വളരെ കഠിനമായിരുന്നതിനാൽ കപ്പൽ മുങ്ങി. ഇറാൻ യുദ്ധസമയത്ത് ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നതിന്റെ സമീപകാല സംഭവമാണിത്. എന്നിരുന്നാലും ആരാണ് ആക്രമണം നടത്തിയതെന്ന് ഇതുവരെ അറിവായിട്ടില്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അസ്വീകാര്യമാണെന്ന് വിശേഷിപ്പിച്ചു. കപ്പലിൽ 14 ജീവനക്കാർ ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ 14 പേരെയും രക്ഷപ്പെടുത്തിയതായി ഒമാനി നാവികസേന അവകാശപ്പെടുന്നുണ്ട്. ഗുജറാത്തിലെ ദേവഭൂമി ദ്വാരക ജില്ലയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ ഹാജി അലി അന്താരാഷ്ട്ര ജലാശയത്തിൽ ഒരു ഇന്ത്യൻ കപ്പൽ മുങ്ങുന്ന രണ്ടാമത്തെ സംഭവമാണിത്. അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഗുജറാത്തിലെ ഷിപ്പിംഗ് വ്യവസായം ഒരു ഇരയായി കാണപ്പെടുന്നു. ഒരാഴ്ച മുൻപ് ഹോർമുസ് കടലിടുക്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിവയ്പിൽ ഗുജറാത്തിന്റെ അൽഫൈസ് നൂർ സുലൈമാനി 1 എന്ന കപ്പൽ മുങ്ങി. സംഭവം അനുസരിച്ച് മെയ് 13 ബുധനാഴ്ച പുലർച്ചെ 3:30 കപ്പൽ സൊമാലിയയിലെ ബെർബറയിൽ നിന്നും ഷാർജയിലേക്ക് പോവുകയായിരുന്നു. ഒമാനിലെ ലിമയ്ക്ക് സമീപം കടന്നു പോകുമ്പോൾ ഒരു മിസൈലോ ഡ്രോൺ കപ്പലിൽ ഇടിച്ചു. ശക്തമായ ഒരു സ്ഫോടനമുണ്ടായി. അപകടത്തിൽ കപ്പലിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കപ്പൽ മുങ്ങാൻ തുടങ്ങി. കപ്പൽ മുങ്ങുന്നത് കണ്ട 14 ജീവനക്കാർ ഉടൻ തന്നെ സമയ സിഗ്നലുകൾ ഉപയോഗിച്ച് ലൈഫ് ബോട്ടുകളിൽ എത്തി ജീവൻ രക്ഷിച്ചു. ഒമാൻ തീര സംരക്ഷണ സേന ഉടൻ തന്നെ പ്രതികരിക്കുകയും എല്ലാ ഇന്ത്യൻ നാവികരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് അവരെ ഒമാനിലെ ദിബ തുറമുഖത്തേക്ക് കൊണ്ടുപോയി. ഹാജി അലി കപ്പലിന്റെ ഉടമ സുൽത്താൻ അഹമ്മദ് സംഘർ 14 പേരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് കപ്പൽ ആക്രമിച്ചതെന്ന് ഒമാൻ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ ഈ നാവികരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സംഭവത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാകയുള്ള കപ്പലിന് നേരെ ഇന്നലെ നടന്ന ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വാണിജ്യ കപ്പലുകളെയും സിവിലിയൻ നാവികരെയും ലക്ഷ്യം വെക്കുന്നത് തുടരുന്നതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തുവെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷ വിദേശകാര്യ മന്ത്രാലയം ഒമാനി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഇന്ത്യ അറിയിക്കുകയും സംരക്ഷണം നൽകിയതിന് ഒമാനി അധികൃതരോട് നന്ദി പറയുകയും ചെയ്തു. വാണിജ്യ ഷിപ്പിംഗിനെ ലക്ഷ്യം വെച്ചുള്ളതും നിരപരാധികളായ സിവിലിയൻ ക്രൂ അംഗങ്ങളെ അപകടത്തിലാക്കുന്നതും അംഗീകരിക്കാനാവില്ലെന്നും ഇന്ത്യ വ്യക്തമായി പറഞ്ഞു. നിരപരാധികളായ ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നതോ ഏതെങ്കിലും വിധത്തിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും വ്യാപാരത്തിനും തടസ്സമാകുന്നതോ ആയ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുന്നത് ഒഴിവാക്കണമെന്നും ഇന്ത്യ ആവർത്തിക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് ഷിപ്പിംഗ് ടോളുകൾ ഈടാക്കാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്ന കാര്യത്തിൽ അമേരിക്കയിലെയും ചൈനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ യോജിപ്പിലെത്തിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യാഴാഴ്ച റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. സുപ്രധാന ജലപാതയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും പൊതുവായ നിലപാട് കണ്ടെത്താൻ ശ്രമിക്കുന്നതിന്റെ സൂചനയാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഈ ആഴ്ച അവസാനം നടക്കാനിരിക്കുന്ന ഉന്നതതല ഉച്ചകോടിക്ക് മുന്നോടിയായാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന പുറത്തു വരുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമാകും. ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കയുടെ പിന്തുണയുള്ള പ്രമേയം കഴിഞ്ഞ മാസം ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ചതോടെ ചൈന വീറ്റോ ചെയ്തിരുന്നു. ഇത് ഇറാന് എതിരാണെന്നായിരുന്നു ചൈന വാദിച്ചത്. ഇതിനെ തുടർന്ന് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇറാൻ ബന്ദിയാക്കുന്നത് ചൈന കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയിലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് വാൾസ് വിമർശിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബഹ്റൈനുമായി ചേർന്ന അമേരിക്ക മറ്റൊരു പ്രമേയം കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ വോട്ടെടുപ്പിന് വന്നാൽ ചൈനയും റഷ്യയും ഇത് വീറ്റോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലെ നിയമവിരുദ്ധമായ ടോൾ പിരിവ് ഇല്ലാതാക്കണമെന്നും ഈ പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.